ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോടൊക്കെ പോയി തിരിച്ച് വന്നപ്പോൾ ഏകദേശം 1000 കിലോമീറ്റർ അടുത്തായി. അപ്പോൾ സർവീസിന് ബുക്ക് ചെയ്തു. നേരെ എടപ്പള്ളി സായിലേക്ക് സർവീസിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചിട്ട് നേരെ 9 മണിക്ക് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അലോട്ട് ചെയ്യും. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാണ്. എടപ്പള്ളിയിലാണ് സർവീസ് സെൻറ്റർ. എടപ്പള്ളി ലുലു മാളിൻ്റെ അടുത്താണേ. അപ്പം നമ്മൾ രാവിലെ തന്നെ സർവീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ സർവീസ് സ്റ്റേഷനിൽ ഏകദേശം എന്താ പറയുക, ഒത്തിരി വണ്ടികളുണ്ട്. എങ്കിലും ഞാൻ ചെന്നപ്പം നമ്മളെ കൂടുതൽ പരിഗണിച്ചു. അകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കസ്റ്റമേഴ്സ് ലോഞ്ച് ഉണ്ട്, അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് സർവീസ് ആയതുകൊണ്ട് ഒരു 2 hours തരാമെന്ന് പറഞ്ഞു, 2 മണിക്കൂറിൽ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വിജയകരമായിട്ട് ആദ്യത്തെ സർവീസ് കഴിഞ്ഞു. ക്യാഷൊന്നും കൊടുക്കേണ്ടി വന്നില്ല, ഫസ്റ്റ് സർവീസ് ആയതുകൊണ്ട്. അപ്പോൾ സർവീസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു കടം ബാക്കിയുണ്ട്. നേരെ മട്ടാഞ്ചേരി കുര്യച്ചൻ്റെ നടയിലേക്ക് പോയി. കാരണം കുര്യച്ചൻ്റെ നടയിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പോകുമായിരുന്നു. അങ്ങനെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ദൈവമായിട്ട് നിയോഗിച്ച് തന്ന വണ്ടിയാണ്. ഒരിക്കലും പ്രതീക്ഷയില്ല വണ്ടി എടുക്കണമെന്നൊന്നും. കാരണം ഇത് യാദൃശ്യം വന്നു ചേർന്നാണ്, ഒരു നിമിത്തം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന് പറയുക. അതിന് മാതാവിൻ്റെയും പുണ്യാളന്മാരുടെയൊക്കെ അനുഗ്രഹമുണ്ട്. അപ്പോൾ കുര്യച്ചൻ്റെ അടുത്ത് പോയി തിരി കത്തിച്ച് നന്ദി പറയാൻ വേണ്ടി പോയതാണ്. വൈകുന്നേരമാണ് പോയത്, അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് അതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നന്ദി പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആദ്യത്തെ ഒരു ഫസ്റ്റ് റൈഡ് പോവാണ്. നമ്മുടെ കൈനീട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫസ്റ്റ് ഓട്ടം അമ്മുമ്മയായിട്ടാണ് പോകുന്നത്. അമ്മുമ്മയായിട്ട് പോകുന്നത് നമ്മൾ നേരെ വൈക്കത്ത് അമ്പലത്തിലേക്കാണ്, ശിവൻ്റെ അടുത്തേക്ക്. ഭഗവാന്റെ അടുത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ഞാനും അമ്മുമ്മയും കൂടി ഒരു വൈകുന്നേരം ഒരു 4 മണിയോട് കൂടിയാണ് ഇറങ്ങിയത്. റോട്ടിൽ തിരക്കുകളൊന്നും ഉണ്ടായില്ല, അങ്ങനെ വലിയ ട്രാഫിക് ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ അധികം വൈകാതെ തന്നെ അമ്പലത്തിലെത്തി. അപ്പം ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്, നമ്മൾ റീൽസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ അമ്പലത്തിൽ ഇട്ടിട്ടില്ല. ഞാൻ അമ്മ മാത്രമേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഒന്നിച്ച് ഭക്തി സാന്ദ്രമായ ആ ക്ഷേത്രാങ്കണത്തിലേക്ക് മെല്ലെ ചുവട് വെച്ച് പോവാണ്. അവിടെ കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എണ്ണ മേടിച്ചു, പിന്നെ അർച്ചനയ്ക്കുള്ള പുഷ്പം മേടിച്ചു. അങ്ങനെ ഞാൻ സന്ധ്യാരാധന നമുക്ക് തൊഴാൻ പറ്റി. കാരണം സാധാരണ അത് സംഭവിക്കാറുണ്ടായില്ല. സാധാരണ ഇപ്പോൾ വന്നാലും അത് നടക്കില്ലായിരുന്നു. പക്ഷെ എന്തോ അതെല്ലാം അനുഗ്രഹം പോലെ അതും സംഭവിച്ചു. അങ്ങനെ ദീപാരാധന നമ്മൾ തൊഴുതു. അതിനുശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയാകാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചു. അതോടൊപ്പം എന്നോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, എൻ്റെ എന്താ പറയുക, മുതലാളിമാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മുതലാളിമാർ, നമ്മുടെ അങ്ങനെയുള്ള ഒരുപാട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. എന്നെ ഒരുപാട് എൻ്റെ ഈ വളർച്ചയിൽ എന്നെ സഹായിച്ച, എൻ്റെ കൂടെ ഒപ്പം നിന്നിരുന്ന, ഓരോ നിമിഷത്തിലും ഒരു ഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ ആൾക്കാർക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രേക്ഷകർക്കും, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും നല്ലത് വരണം. അത്രയും നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ. ആരും നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നോ ഞാനൊരിക്കലും ആഗ്രഹിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ജഗദീശ്വരൻ അനുഗ്രഹം കൊടുത്ത് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിച്ച്, എന്തായാലും ഒരു തുടക്കമല്ലേ എന്ന് കരുതി അവിടുന്ന് ലോട്ടറി ചേട്ടൻ്റെ അടുത്തൊരു ലോട്ടറി മേടിച്ചു. പുള്ളിക്ക് സന്തോഷം, അടിച്ച എനിക്ക് സന്തോഷം. നേരെ അവിടുന്ന് നമ്മൾ SMBയിൽ പോയിട്ട് ഒരു നെയ്റോസ്റ്റും മസാല ദോശയും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. അമ്മൂമ്മയുടെ ഒരു ബന്ധുവിനെ അമ്മൂമ്മ അവിടെ വെച്ച് കണ്ടു. അവിടുന്ന് കുറച്ചിട്ട് സംസാരിച്ച് നമ്മൾ നേരെ തിരിച്ച് എറണാകുളത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഒത്തിരി എന്താ പറയുക, സന്തോഷം, അനുഗ്രഹം, പ്രാർത്ഥന ഒക്കെ വേണം.